മാന്യ പ്രേക്ഷകർക്ക് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് 26/8/1995 2:05 PM ജനിച്ച ഒരു പെൺകുട്ടിയുടെ ജാതകമാണ്. അവരുടെ നക്ഷത്രം മകം, പാദം 4. ഇത് ആ കുട്ടിയുടെ ഗ്രഹനിലയാണ്. ഇതിൽ ലഗ്നം വന്നിട്ട് ധനുർ രാശി. 2 ശൂന്യം, 3 ശനി, 4 ശൂന്യം, 5 കേതു, 6 ശൂന്യം, 7 ശൂന്യം, 8 ശൂന്യം, 9 വന്നിട്ട് ചന്ദ്രൻ, സൂര്യൻ, ശുക്രൻ, ഗുളികൻ, 10 ബുധനും ചൊവ്വയും, 11 സർപ്പൻ, 12 വ്യാഴം. ഇതാണ് ഈ പെൺകുട്ടിയുടെ ഗ്രഹനില. ഇത് ഞാൻ കൺസൾട്ട് ചെയ്ത ജാതകമാണ്. ഇതിൽ വിവാഹാദി കാര്യങ്ങൾക്കുള്ള തടസ്സം അല്ലെങ്കിൽ പെൺകുട്ടിക്ക് താല്പര്യക്കുറവ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സബ്ജക്റ്റ്. വിവാഹാദി കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിലും സംസാരിക്കുന്നത്. ആദ്യമായി നമുക്ക് ഇപ്പോഴത്തെ ഗുരുവിൻ്റെയും ശനിയുടെയും സഞ്ചാരത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതായത് ഗോചരാലുള്ള കാര്യം. അതിൽ ചന്ദ്രനിൽ നിന്ന് 8ാം ഭാവത്തിലാണ് ശനി, മീനൻ രാശിയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ സമയത്ത് പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അഷ്ടമ ശനി സമയമാണ്. ചന്ദ്രനിൽ നിന്ന് 8ലേക്ക് 8ാം ഭാവത്തിൽ മീനൻ രാശിയിൽ ശനി സഞ്ചരിക്കുന്നു. ഇനി വ്യാഴഗ്രഹം ആകട്ടെ ജൂൺ 1 രാത്രിയോടുകൂടി 12ാം രാശിയിലേക്ക് കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുന്നു. അപ്പം ശനി അഷ്ടമത്തിലും വ്യാഴൻ അഥവാ ബൃഹസ്പതി 12ലുമാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം നേരത്തെ പറഞ്ഞുവല്ലോ, മംഗല്യസ്ഥാനമാണ്. മംഗല്യസ്ഥാനം എന്താണ്? ലഗ്നാൽ, ചന്ദ്രാൽ, ശുക്രാൽ 7ാം സ്ഥാനത്തെ കൊണ്ടാണ് മംഗല്യസ്ഥാനം എടുക്കുന്നത്. സ്ത്രീക്ക് 7, 8 ഭാവങ്ങൾ കൂടി ഗണനയിൽ എടുക്കുന്നു. അപ്പോൾ ഇവിടെ ലഗ്നാൽ 1 എണ്ണി 1, 2, 3, 4, 5, 6, 7. 7ാം ഭാവം നമുക്ക് എടുക്കുമ്പോൾ 7ാം ഭാവം എന്താണ്? ബുധൻ. അപ്പം 7ാം ഭാവാധിപതി ബുധൻ. ലഗ്നാധിപൻ വന്നിട്ട് വ്യാഴൻ. അത് ലഗ്നാൽ 12ൽ നിൽക്കുന്നു. അപ്പം ഭർത്തൃസ്ഥാനാധിപതിയായ ബുധനാണ്. ആ ബുധൻ സ്വക്ഷേത്ര ബലവാനായി ചൊവ്വയോടൊപ്പം യോഗം ചേർന്ന് നിൽക്കുന്നു. ചൊവ്വ നവാംശകത്തിലും ഇവിടെയാണ്. അത് വർഗോത്തമൻ ചെയ്തിരിക്കുന്ന ചൊവ്വയാണ്, ബലമുള്ള ചൊവ്വയാണ്. അത് ലഗ്നാൽ 7ാം ഭാവം. ഇനി ചന്ദ്രാൽ 7ാം ഭാവം ചിന്തിക്കാം. ചന്ദ്രാലും ശുക്രാലും ഒരു രാശിയിലാണ്. അപ്പൊ ചന്ദ്രാലും ശുക്രാലും 7ാം ഭാവം ഒന്ന് തന്നെയാണ്. അത് എടുക്കുമ്പോൾ 7ാം ഭാവാധിപതി എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7. 7ാം ഭാവം ശനി, കുംഭൻ രാശി. അതും സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു. ഇപ്പൊ 7ാം ഭാവാധിപൻ ലഗ്നാൽ 7ാം ഭാവാധിപനും സ്വക്ഷേത്ര ബലവാൻ. ശുക്രാൽ 7ാം ഭാവാധിപനും സ്വക്ഷേത്ര ബലവാനായ ശനി. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഇദ്ദേഹത്തിന് വിവാഹം ദീർഘിച്ച് നടക്കുന്നു. 2 നിശ്ചയങ്ങൾ നടന്ന് മുടങ്ങിപ്പോയി. ഇപ്പോൾ പെൺകുട്ടിക്ക് വിവാഹത്തിനോടൊപ്പം താല്പര്യമില്ല എന്നാണ് പറയുന്നത്. 1 കൊല്ലമായിട്ട് വിവാഹം നടത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വരുന്നൊരു വിഷയം, നമ്മൾ ഇപ്പോൾ ലഗ്നാലുള്ള ഭാവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അത് ബുധനാണ്. ചന്ദ്രാലുള്ള ഭാവത്തെയും ശുക്രാലുള്ള ഭാവത്തെയും കൊണ്ട് ചിന്തിക്കുമ്പോൾ അവിടെ ആരൊക്കെയുണ്ട്? ചന്ദ്രനോടൊപ്പം ശുക്രനോടൊപ്പം ഗുളികൻ കൂടിയുണ്ട്. അവിടെ ചിങ്ങൻ രാശി, സിംഹീര രാശിയാണ്. ആ രാശിയുടെ അധിപൻ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഗുളികന്റെ ദൃഷ്ടി 2ലേക്ക്, 12ലേക്ക്, 7ലേക്ക്. ഇപ്പൊ ഗുളിക ദൃഷ്ടി, ചന്ദ്രാൽ ശുക്രാലുള്ള ഗുളിക ദൃഷ്ടി ലഗ്നാധിപനായ ബുധന്റെ ദൃഷ്ടിയുണ്ട്. ചന്ദ്രാൽ ശുക്രാൽ 7ാം ഭാവത്തിലേക്ക് ഗുളികന് ദൃഷ്ടിയുണ്ട്. ഒപ്പം
ഗുളികൻ്റെ 12ലേക്കും 2ലേക്കും ദൃഷ്ടിയുണ്ട്. അത്യാവശ്യം നല്ല യോഗങ്ങളുള്ള ഒരു ജാതകമാണ്. കേസരി യോഗമുണ്ട്. കേസരി യോഗം നമുക്കറിയാമല്ലോ, ചന്ദ്രാൽ 1, 2, 3, 4 4-ാം ഭാവത്തിൽ ഗുരു നിൽക്കുന്നു. അപ്പോൾ കേസരി യോഗമുണ്ട്. പഞ്ചമഹായോഗങ്ങളിലൊന്നാണ് കേസരി യോഗം. അതുപോലെ തന്നെ ഭദ്രായോഗം. ഭദ്രായോഗത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ലഗ്നാൽ 10-ാം സ്ഥാനത്ത് ബുധൻ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു. അപ്പം കുട്ടിക്ക് ഭദ്രായോഗമുണ്ട്. കുറച്ച് ഗാംഭീര്യമൊക്കെ ഉള്ള ആളാണ്. കുറച്ച് കഴിവൊക്കെ, നല്ല കഴിവും വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു വ്യക്തിത്വമുള്ളൊരു പെൺകുട്ടിയാണ്. പക്ഷെ 2 വിവാഹങ്ങൾ നിശ്ചയം വരെയൊക്കെ എത്തി. അതെന്തോ ചില കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയി. അത് വിവാഹസ്ഥാനത്ത് ഗുളിക സ്ഥിതി വന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സാധാരണ ജാതകങ്ങളിൽ കണ്ടുവരുന്നു. അപ്പോൾ വിവാഹസ്ഥാനത്ത് ഇവിടെ എന്താണ്? ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 7-ാം ഭാവാധിപതിക്ക് ബുധന് ഗുളിക ദൃഷ്ടി, ചന്ദ്രാൽ ശുക്രാൽ 7-ാം ഭാവത്തിലേക്ക് ശനിയിലേക്ക് ഗുളിക ദൃഷ്ടി. ഒപ്പം ഗുളികൻ എന്താണ്? ശുക്രനോടൊപ്പം യോഗം ചേർന്ന് നിൽക്കുന്നു. സൂര്യൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ചന്ദ്രനും ശുക്രനും മൗഢ്യതയുണ്ട്. അപ്പം എന്താണ് ശുക്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കളത്ര അല്ലെങ്കിൽ എന്താണ്? ദാമ്പത്യ കാരക ഗ്രഹമായ ശുക്രന് മൗഢ്യത കൂടി അവിടെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ വിവാഹങ്ങൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നടന്നു പോകുന്നൊരവസ്ഥ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഈ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ ദശാകാലങ്ങളെ കൂടി നമുക്ക് പരിഗണിക്കാം. അദ്ദേഹത്തിന് 12-12-96 വരെ കേതുർദശ, 12-12-2016 വരെ ശുക്രദശ, 13-12-22 വരെ ആദിത്യൻ ചന്ദ്രദശ. ഇതിപ്പോൾ നടപ്പ് ദശയാണ്. 12-12-2032 വരെ ചന്ദ്രദശ. അതിൽ ദശാ അപഹാരമാര്? ചന്ദ്രാൽ, ഗുരു അഥവാ വ്യാഴം 14-3-2007. ലഗ്നാധിപനായ വ്യാഴൻ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴൻ 14-3-2027 വരെ ഉണ്ട്. അപ്പം ലഗ്നാധിപൻ്റെ ദശാകാലങ്ങളിലൊക്കെ വിവാഹം നടക്കാം. അല്ല എങ്കിൽ 7-ൽ നിൽക്കുന്ന ഗ്രഹസ്ഥിതിയുടെ ബുധൻ്റെ ദശാപഹാര കാലങ്ങളിലുമൊക്കെ വിവാഹം നടക്കാം. 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് ഗ്രഹങ്ങളുടെ ദശാംശകാലങ്ങളിൽ വിവാഹം നടക്കാം. ശുക്രൻ ദശാംശകാരകനായി വന്നാൽ വിവാഹം നടക്കാം. ചന്ദ്രദശാകാലമാണ്. ഇപ്പോഴ് വ്യാഴനാണ്. വ്യാഴൻ്റെ സ്ഥിതിയും കൂടി നമ്മൾ നോക്കണം. വ്യാഴൻ 12-ൽ വ്യാഴനാണ്. 6-8-12-ൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴൻ ഗുണങ്ങളെ പ്രദാനം ചെയ്യുന്നത് കുറവായിരിക്കും. 12-ൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴൻ അത്ര കണ്ട് ഗുണകരവുമല്ല. വിവാഹാദ കാര്യങ്ങൾ നടക്കും, പക്ഷേ മെല്ലെപ്പോക്കുണ്ടാവുന്നു. 2 നിശ്ചയങ്ങൾ മുടങ്ങിപ്പോയി. ഇനിയൊക്കെ വിവാഹാദി കാര്യങ്ങളിൽ നടപ്പ് സമയങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പോഴത്തെ ഈ ഗ്രഹനില യോഗങ്ങളൊക്കെ ഇതാണ്. ഇതൊരു ഗുളിക ആ സ്ഥിതി അവിടെ വന്നതുകൊണ്ട്, മംഗല്യസ്ഥാനത്ത് ഗുളിക ദൃഷ്ടിയൊക്കെ ഉള്ളത് കൊണ്ട് ഉണ്ടാവുന്ന ആ ഒരു മാറ്റമാണ്. വിവാഹകാര്യങ്ങൾ പൂർണ്ണതയിലെത്താൻ പറ്റാത്തൊരു സാഹചര്യം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വിവാഹം മുടങ്ങിക്കൊണ്ടിരിക്കുന്നു. വിവാഹ നിശ്ചയം വരെയൊക്കെ എത്തി എല്ലാ ഡേറ്റും ഒക്കെ ഫിക്സ് ചെയ്ത് അത് മുടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. അതിൽ ഈ 1 വർഷത്തേക്കോട് കൂടി വിവാഹാദി കാര്യങ്ങൾക്ക് ഗുണകരമായ സമയമാണ്. അപ്പോൾ 1 വർഷത്തിനകത്ത് വിവാഹാദി കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമം രക്ഷകർത്താക്കൾ കുട്ടിയുടെ ജാതകം ഒക്കെ പരിശോധിച്ച് അവർ കാര്യങ്ങളൊക്കെ എടുത്ത് പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്ത് ഏതാണ്ടൊക്കെ ഒരു നടപ്പ് വിഭാഗത്തിലേക്ക് വിവാഹാദി കാര്യങ്ങൾ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ.